ഇതുണ്ട് ഗൈസ്, ഇതെല്ലാം ഓരോരോ സ്യൂട്ട് റൂമുകളാണ്. ചില റൂമുകൾക്ക് ഇതുപോലെ വെളിയിലിറങ്ങി ബാൽക്കണിയിൽ വരാനുള്ള ഓപ്ഷനുണ്ട്. ചില റൂമുകൾ അകത്തേക്കാണ്. നമ്മുടെ റൂമൊക്കെ അകത്തെ റൂമുകളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂമാണ് നമ്മളുടെ അടുത്ത്. ശരിക്കും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നും ക്രൂസ് ചെയ്യുന്നവരൊക്കെ നല്ല റൂമുകളൊക്കെ എടുക്കാൻ ശ്രമിക്കും. ഇതുണ്ടോ, ഇത് വരുന്നത് ലിബർട്ടി ഓഫ് ദ സീസ്. എല്ലാവരും ഒക്കെ ഹായ് പറഞ്ഞ് ചിരി പറഞ്ഞ് എല്ലാവരും പോവുക. കണ്ടോ ഗൈസ്, വാവ്. ഈ ഒരു വ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഷിപ്പിൻ്റെ വലുപ്പം, അതിൻ്റെ പവർ കണ്ടോ. മൂവ് ചെയ്ത് തുടങ്ങി. ബൈ ബൈക്കൊക്കെ ഞങ്ങൾ പിന്നെ വരാം. ഓ, എന്തൊരു ഷിപ്പാണെന്ന് കണ്ടോ. അതിൻ്റെ എല്ലാ റൂമുകളും അവിടെ നിന്ന് ഇങ്ങനെ റൂമുകളാണ് മുഴുവൻ കണ്ടോ. ഇതെല്ലാം വരുന്നത് വെളിയിലോട്ടുള്ള വ്യൂ ഉള്ള ബാൽക്കണി റൂമുകളാണ്. പിന്നെ ഉള്ളത് അകത്തുള്ള കുറേ മുറികളുമുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് അകത്തുള്ള മുറികളാണ്. വാവ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ സേഫ്റ്റി ബോട്ടുകളെല്ലാം ഉള്ളത്. കണ്ടില്ലേ, എന്തോരം എണ്ണമാണെന്ന് കണ്ടോ. ഇങ്ങനെ ലൈനായിട്ട് കുറേ എണ്ണം സേഫ്റ്റി ബോട്ടുകൾ. ഫുള്ളായിട്ട് കാണാൻ പറ്റുമല്ല, എന്നാലും കണ്ടോ. വോയേജർ നാസു 17. ഒരിക്കലും ഈ സേഫ്റ്റി ബോട്ടുകളൊന്നും ആവശ്യം വരരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ കോക്കോക്കെ എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ടിൽ നിന്ന് നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്ലോറിഡയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രൂസ് വൈൻഡപ്പ് ചെയ്യും. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ആ ഒരു ക്രൂസ് തീർന്നു. ഈ ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സൺസെറ്റൊക്കെ കാണാനായിട്ട് ഷിപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. വളരെ ഭംഗിയാണ്. ആ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓഷ്യൻ്റെ വ്യൂ കാണാനായിട്ട് വളരെ വളരെ ഭംഗിയാണ്. അവിടെ നിന്ന് പടങ്ങളൊക്കെ എടുക്കാനായിട്ട് നല്ല സ്ഥലമാണ്. അങ്ങനെ ദൂരെ നോക്കിയപ്പോൾ വേറൊരു വെസൽ നമുക്കിവിടെ നിന്ന് കാണാമായിരുന്നു. ഞാൻ സൂമിൻ ചെയ്ത ആ ഒരു വെസൽ അതൊരു ഗുഡ്സ് വെസലാണെന്ന് തോന്നുന്നു. അങ്ങനെ സണ്ണിങ്ങനെ ആ ഓഷ്യൻ്റെ അകത്തേക്ക് മുങ്ങിപ്പോകുന്ന ആ ഒരു വ്യൂവും കണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ഡിന്നർ കഴിക്കണം. അതിന് ശേഷം കിടന്നുറങ്ങുകയാണ്. നാളെ രാവിലെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ട്. അതുവരെ കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിനുള്ളിലെ ഒരു വാക്ക് ത്രൂ ആണ് ഗൈസ്. നമ്മുടെ ഇത് രണ്ട് സൈഡിലും മുറികളാണ്. ഒരു സൈഡിൽ ഇൻറ്റീരിയർ റൂമുകളാണ്. ഒരു സൈഡിൽ നമുക്ക് വ്യൂ ഉള്ള ബാൽക്കണി വ്യൂ ഉള്ള റൂമുകളുണ്ട്. കൂടുതൽ നല്ല പൈസ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല റൂമുകൾ കിട്ടും. നമ്മളെടുത്തത് ഇൻറ്റീരിയർ സ്റ്റേറ്റ് റൂം. അതെന്താ, ഒരു ബേസിക് ആയിട്ടുള്ള റൂമാണ്. സാധാരണ 3 പേർക്കോ 4 പേർക്കോ ഈസി ആയിട്ട് ആ ഒരു റൂമിനുള്ളിൽ കിടന്നുറങ്ങാം. ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ആ ഒരു മുറിയിലുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ബാത്റൂമുണ്ട്, കുളിക്കാൻ ചൂടുവെള്ളം, അതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ സർവീസ് എല്ലാ ദിവസവും വന്ന് അവർ ബെഡെല്ലാം വൃത്തിയാക്കി പുതിയ തോർത്തൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്യും. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് റോയൽ കരീബിയൻ്റെ. അപ്പോൾ റോയൽ കരീബിയൻ്റെ വോയേജർ ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഈ ഒരു റോയൽ കരീബിയൻ്റെ ക്രൂസ് അടിപൊളിയാണെന്ന് ഞാൻ പറയാനായിട്ട് പല പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു ഷിപ്പെ കയറിയിട്ട് ഇറങ്ങുന്ന വരെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, നമുക്ക് അവർ തന്ന ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഒരു ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്നായിരുന്നു ഫുഡെന്ന് പറഞ്ഞാൽ പല ടൈപ്സ് ഓഫ് ഫുഡ്. പ്രത്യേകിച്ച് ഡെഡ്സൺ ചേട്ടനെ നമുക്കറിയായിരുന്നതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഡെഡ്സൺ ചേട്ടനായിരുന്നു ഈ ഒരു ഷിപ്പിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹെഡ് ഷെഫ്. അപ്പം ആ ചേട്ടനെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറേ അടിപൊളി ഫുഡുകൾ കിട്ടി. അതിലൊന്നായിരുന്നു ഈ ഷ്രിമ്പ്. അപ്പം ഇന്ത്യൻ സ്റ്റൈലിൽ ഡെഡ്സൺ ചേട്ടൻ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നു. എല്ലാ ദിവസത്തെയും ഫുഡ് വെറൈറ്റി ഫുഡുകളായിരുന്നു. ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ഡേ ആണ്, 5ാമത്തെ ദിവസം ലാസ്റ്റ്
ഡേ ഓഫ് ഡിന്നറാണിത്. ഈ ദിവസം ഇറ്റാലിയൻ സ്റ്റൈൽ ഓഫ് ഫുഡായിരുന്നു. അതുപോലെ ഒരു ലൈവ് പാസ്ത സ്റ്റേഷനും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടോ, അതായത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം അവിടെ ഒന്ന് ചൂസ് ചെയ്തിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഫ്രണ്ടിൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള സോസ് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള പാസ്ത ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അവരോട് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഉണ്ടാക്കിത്തരും. അതായത് കസ്റ്റമായിട്ട് നമുക്ക് ഉണ്ടാക്കിത്തരും. ഏകദേശം 4000 ആൾക്കാരുള്ള ഈ ഒരു ഷിപ്പേൽ ഇതുപോലെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാസ്ത സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്ത് അടിപൊളിയാണ്. അതുമാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് ഓംലെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്ത് അവരുണ്ടാക്കി തരും. നമുക്ക് ഓംലെറ്റിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരവിടെ ചെയ്തു തരും. ഇതുപോലെയുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു റോയൽ കരീബിയനിലെ സ്റ്റാഫ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവരെല്ലാം വളരെ നല്ലൊരു ബിഹേവിയറാണ് നമ്മുടെ മുന്നിൽ. അവരുടെ ചിരിയാണെങ്കിലും എന്താണ് ഹെൽപ്പ് വേണ്ടത് അവരെപ്പോഴും നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ അവർ പാസ്ത ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇനിയിപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 5th ഡേ ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം കയറി കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല കുറേ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ പാസ്ത കണ്ടേ റെഡിയായി കിട്ടി. സൂമി എന്ന് പറഞ്ഞ ഒരു സൂഷി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് ഡെറ്റ്സൺ ചേട്ടൻ സൂഷിയും കൊണ്ട് തന്നു. പിന്നെ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡും എടുത്തു. ബാക്കി എല്ലാവരും കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞാൽ റോയൽ കരീബിയൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തോന്നിയത് ഫുഡായിരുന്നു. ഈ 5 ദിവസത്തെ ഫുഡും ഞങ്ങൾ ഇതുവരെ മടുത്തിട്ടില്ല. ഫുഡ് കഴിച്ച് എല്ലാ ദിവസവും അതുപോലെ പുതിയ പുതിയ ഫുഡുകളായിരുന്നു. ഇപ്പോൾ ഇതേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഈ ഒരു ട്രിപ്പിന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ ഡെറ്റ്സൺ ചേട്ടനെ ഒന്ന് കണ്ട് താങ്ക്സ് പറയണം. ഈ ഒരു ട്രിപ്പ് കൂടുതൽ അടിപൊളിയാക്കി തന്നത് ഡെറ്റ്സൺ ചേട്ടനാണ്. അപ്പോൾ ഡെറ്റ്സൺ ചേട്ടന് വലിയൊരു താങ്ക്സ്. ഈ ഒരു വീഡിയോ സീരീസ് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി. ഈ ഒരു ചാനലിൽ ഇനിയും ഇതുപോലത്തെ കുറേ അടിപൊളി വീഡിയോ സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ താങ്ക് യു ഡെറ്റ്സൺ ചേട്ടാ. എല്ലാ കാര്യങ്ങൾക്കും വളരെ അടിപൊളി സർവീസ് ആയിരുന്നു. ഞങ്ങൾ വീണ്ടും വരും. പക്ഷേ അവിടെ ഡെറ്റ്സൺ ചേട്ടൻ കാണുമോ എന്നറിയില്ല. പക്ഷേ വിളിച്ച് നോക്കിയിട്ട് വരും. താങ്ക് യു.